നമസ്കാരം. നാടിന്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുളസ്. തിരുവോണം കഴിഞ്ഞു, അവിട്ടമായി. 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഓണം പോകും. എങ്കിലും 2-3 ദിവസമായി നമ്മുടെ കേരളക്കരയാകെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസങ്ങളാണ്. ഓണ ആഘോഷങ്ങൾ നമുക്ക് നമ്മുടെ വാർത്തകൾ തുടങ്ങാം. വാർത്തകളിലേക്ക് പോകാം. പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 20 വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറും സമ്മാനം. കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ. ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ 2.25 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും സ്വന്തമാക്കുവാനുള്ള സുവർണാവസരം. എല്ലാ പർച്ചേസിനും ചിന്നൂസിൽ നിന്നും സമ്മാന കൂപ്പണുകൾ നൽകുന്നു. ഒക്ടോബർ 31 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതിയിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനമായി 100 പവൻ സ്വർണം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലറിയുടെ പൊന്നോണാശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. ഏതാണ്ട് 1965 മുമ്പ് എഴുതിയൊരു കവിതയുണ്ട്. ഓ നാണുപാധ്യായ എന്ന് പറഞ്ഞ ഒരു ലേഖമാണ് കവിത. ഓ നാണുപാധ്യായ മിക്കവാറും എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ അടുത്തുള്ള തെക്കുംഭാഗത്ത് സ്കൂളിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹമാണ് കാതികൻ വി സാമ്പശിവൻ എന്ന് പറഞ്ഞ കാതിക സാമ്രാജ്യം നമുക്ക് സമ്മാനിച്ചത്. അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. മാത്രമല്ല സാമ്പശിവന്റെ സഹധർമ്മിണി നാണുപാധ്യായന്റെ മകളുമായി. അപ്പൊ അതിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടുത്തെ പ്രസക്തി ഈ നാണുപാധ്യായൻ 1965 മുൻപ് എന്നെഴുതിയെന്നറിയാമില്ല ഒരു കവിത എഴുതുന്നത് അവന്റെ പ്രശ്നം എന്നാണ്. ഈ അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പ്രശ്നമാണ്. ടീച്ചർ പറഞ്ഞില്ലേ, നമ്മുടെ കുട്ടികൾക്ക് ഓണം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. കാരണം അവർക്ക് വർഷത്തിലൊരിക്കൽ കൂടിയല്ല കിട്ടും, വർഷത്തിലൊരിക്കൽ ഇലയിട്ട് ആഹാരമല്ല കിട്ടും. ഇവിടെ 2 കുട്ടികളെ നാണുപാധ്യായൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓർത്ത് ഞാൻ എടുത്ത ഒരു കവിതയാണ്. നാണുപാധ്യായൻ 2 കുട്ടികളെ അവതരിപ്പിക്കുക. ഒന്ന് ഒരു സമ്പന്നന്റെ വീട്ടിലെ കുട്ടി, ഒന്ന് അവന്റെ വീട്ടിൽ പണി ചെയ്യുന്ന പട്ടിണിക്കാരനായ ഒരു നാരായണന്റെ കുട്ടി. അപ്പൊ സമ്പന്നനായ കുട്ടി അവന്റെ അച്ഛനോട് പറയുന്നു, അവന് ഓണം മനസ്സിലാവുന്നില്ല. അച്ഛനോട് ഇങ്ങനെയാണ് പറയുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വായിക്കാം. അവന്റെ പ്രശ്നം എന്നാണ് കവിതയുടെ പേര്. അതേ എഴുതിയ കവിത. പടിഞ്ഞാറ്റേ നാരായണൻ കേട്ടോച്ച നമ്മുടെ പഠിക്കൽ വച്ചെന്നോടു പറയുകയാണ്. ആരാ? പടിഞ്ഞാറ്റേ നാരായണൻ കേട്ടോച്ച നമ്മുടെ പഠിക്കൽ വച്ചെന്നോടു പറയുകയാണ്. അരമാസം ചില്ലാനം അങ്ങോട്ടു പോകുമ്പോൾ തിരുവോണം ഇങ്ങോട്ടു വന്നു കീറും. തിരുവോണം വന്നെന്നാൽ അവരുടെ വീടെല്ലാം വറുമണം ചുറ്റിയടിക്കും പോലും. തിരുവോണം വന്നാലേ അവന്റെ വീട്ടിൽ വറുമണം ചുറ്റി അടിക്കത്തുള്ളൂ. തിരുവോണം വന്നെന്നാൽ അവരുടെ വീടെല്ലാം വറുമണം ചുറ്റിയടിക്കും പോലും. കറിവക പലതുമന്നവരുടെ അമ്മച്ചി പറയറിയാം. അതേ ഉള്ളൂ. കറിവക പലതുമന്നവരുടെ അമ്മച്ചി കടുകു വറുത്തു നിരത്തുമ്പോഴും. അവരുടെ സാമ്പാറിൻ കഷണമടുപ്പത്തങ്ങവനേക്കാൾ പൊക്കത്തിൽ ചാടുമ്പോലും. ഇതൊരു മനോഹരമായ ഭാവനയാണ്. അവരുടെ സാമ്പാറിൻ കഷണമടുപ്പത്തങ്ങവനേക്കാൾ പൊക്കത്തിൽ ചാടുമ്പോലും. കേട്ടോച്ച പടിഞ്ഞാറ്റിൽ നാരായണൻ കേട്ടച്ച നമ്മുടെ പഠിക്കൽ വച്ചെന്നോടു പറയുകയാണ്. പതയറുമെണ്ണയ്ക്കകത്തു മുങ്ങിപ്പൊങ്ങി പപ്പടം പൊട്ടി ചിരിക്കും പോലും. ആ പതയറുന്ന എണ്ണയ്ക്കകത്ത് പപ്പടം പൊട്ടിച്ചിരിക്കുന്ന ആണ്ടിലൊരിക്കൽ കാണുന്ന ഒരു കുട്ടി അവനോട് പറഞ്ഞതാണ്, ഞങ്ങളുടെ വീട്ടില് പതയറുന്നെണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയ്ക്കകത്ത് പപ്പടം വീഴുമ്പം പപ്പടം പൊട്ടിച്ചിരിക്കണം എന്ന് പറയുന്ന ആ കുട്ടി. അപ്പോ കരിമുണ്ടു മാറിയന്നവരുടെ അമ്മയും
കരവച്ച കോടിയുടുക്കുമ്പോഴും. ഇതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ട് അവൻ അച്ഛനോട് ചോദ്യം ചോദിക്കുന്നു. തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളക്കെ, തിരുവോണം ഉണ്ണുമ്പോഴല്ല, തിരുവോണമുണ്ണും മുമ്പ് അവരുടെ ഉള്ളക്കെ പരമാനന്ദം കൊണ്ടു നിറയും പോലും. വരുമണം പൊങ്ങാതെ മധുരം തികട്ടാതെ ഒരു നാടുമില്ലല്ലോ നമ്മൾ കച്ച. അവിടെ എന്താ വന്നു? പരമമുണ്ട്, എന്താ കരിവക നമ്മൾക്കു പരമുചാരെന്നും നിന്നൊരു 100 കൂട്ടം വിളമ്പുമല്ലോ. കസവിട്ട കവണികൾ അറയിലപ്പോൾ കസവിട്ട കവണികൾ അറയിലിപ്പോൾ അശയൊക്കെ എന്നും നിറഞ്ഞിടുന്നു. അങ്ങനെ അവരെ ഇഷ്ടംപോലെ ഇങ്ങനെ ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. മറ്റേ കുട്ടിയുടെ വീട്ടിലൊന്നുമില്ല, ആണ്ടൊരിക്കലും ഉണ്ട്. മറ്റേ ഒരു പറച്ചിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പരമാനന്ദം തരാൻ പിന്നെ പൊന്നാവണി തിരുവോണമേതാണോ നമ്മൾ കഴിച്ച. പരമാനന്ദം തരാൻ പിന്നെ പൊന്നാവണി തിരുവോണമേതാണോ നമ്മൾ കഴിച്ച. ഓണം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞൂടാ. നമുക്ക് പരമാനന്ദം തരുന്ന ഓണം ഏതാണ്? അപ്പൊ ഓണം അന്തം 2 തട്ടിലുണ്ട്. 65 വർഷത്തിന് മുമ്പ് എഴുതിയ 1965 ഇല്ല, 59 വർഷത്തോളം 59 വർഷത്തിന് മുമ്പ് എഴുതിയ ഈ കവിത നമ്മളോട് പറയുന്ന അന്നും ഈ ഓണം അനുഭവിക്കുന്നവരും ഓണം അനുഭവിക്കാൻ കഴിയാത്തത്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇതിനകത്തുണ്ട്. അതായത് പുതിയ കൂട്ടത്തിലെ കുട്ടികൾക്ക് വറുതിയില്ല. വറുതി അപൂർവമാണ്. അതിനൊപ്പം സർക്കാരിന്റെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഓണക്കിറ്റും മറ്റു കാര്യങ്ങൾ കൊണ്ട് അവിടെയും പട്ടിണിയില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ ലഭിക്കുന്നത് അപൂർവം വിരലിലുണ്ടാവുന്ന, അതും വളരെ 0.1% അങ്ങനെ വസ്ത്രമില്ലാത്തത്. അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു വസ്ത്രം കിട്ടും. സ്കൂൾ യൂണിഫോം സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും, അതെങ്കിലും കിട്ടും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ഒരു കുട്ടിക്ക് മാത്രമേ ആ ടീച്ചർ പറഞ്ഞ കൂടി ഇങ്ങനെ എടുത്ത് തലമാരയെ കൊണ്ടുവച്ച് ഇടത്തില്ല, എടുത്ത് മണക്കും, പിന്നെ വെക്കും. അതാ കൊടുക്കാത്തത്. വെച്ചിട്ട് പറയും ഓണക്കൂടി നല്ലതാന്ന് പറയും. ഇപ്പോഴത്തെ കുട്ടി പറയും എന്തോ ഓണക്കൂടി, എങ്ങനെ ഇന്നലെ വായിച്ചു മനസ്സിലാക്കും വായിച്ചു. ഇതെന്റെ കൊച്ചുമോൻ എന്നോട് പറയുന്നത്. അതിനകത്ത് ഓണക്കൂടി എടുത്തരാന്ന് എന്തോ അപ്പൊ ഓണക്കൂടി. ആ കൊച്ചുമോൻ ഈ കവിതയ്ക്കകത്തുണ്ട് ഏത്തോച്ച എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിക്ക് ഓണം അറിയാൻ വയ്യ. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമാണ് ഈ കുട്ടി. ആധുനികവൽക്കരണത്തിന് ഓണത്തിന്റെ മണവും രുചിയും തിരിച്ചറിയാൻ ചെയ്യുന്നത്. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. പൂവണി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പൊന്നെല്ലിൻ പാടത്തിലൂടെ, പൂവിളി പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും പൊന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്കത്തേര് വരും മാനസലോലങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുണരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. എനിക്കിവിടെ പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ സങ്കല്പത്തില് കേരളവും ആയിട്ട് നമ്മൾ പണ്ടത്തെ കേരളത്തിനെ ഓണമായിട്ട് നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ ഭരണാധികാരികൾക്ക് പാവപ്പെട്ടവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന വാഴക്കൊലയായാലും അല്ലെങ്കിൽ കുലയായാലും പിന്നെ അതുപോലെ തന്നെ എന്താണ് കാർഷിക ഇതെല്ലാം അങ്ങോട്ടാണ് കാഴ്ച വെക്കുന്നത്, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല.
അങ്ങോട്ട് മുതലാളിമാർക്ക് എന്തെങ്കിലും കാഴ്ച വെക്കുമ്പോൾ അവരെന്തെങ്കിലും കൊടുത്താലായി. പക്ഷെ അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നു. ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ശകലം കിട്ടുമ്പോൾ കിട്ടുന്ന ആഘോഷം. പക്ഷെ ഇന്ന് അതിൽ നിന്നും നന്മകളുടെ പ്രളയമാണ് നമ്മുടെ ഭരണാധികാരികൾ. നേരത്തെ സാർ പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ഓണക്കിറ്റുകളല്ലേ കൊടുക്കുന്നത്, അങ്ങോട്ട് കൊടുക്കുകയാണ് പാവപ്പെട്ടവർക്ക്. ഇന്ന് അത് രാഷ്ട്രീയമൊന്നുമല്ല, ഏത് രാഷ്ട്രീയമായാലും അങ്ങോട്ടാണ് കൊടുക്കുക. ഓണം എന്ന് പറഞ്ഞൊരു സങ്കല്പം വരുമ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന മാവേലിയുടെ ഓണം നമ്മൾ ഇന്നും കൊണ്ടാടുന്നുണ്ട്. പണ്ട് അങ്ങോട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് കാർഷിക വൃത്തിയുടെ ഒരു ആഘോഷമാണല്ലോ യഥാർത്ഥ ഓണം എന്ന് പറയുന്നത്. സമ്പാദ്യം എല്ലാം അങ്ങോട്ട് കൊടുത്ത് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അന്ന് ഈ പറഞ്ഞതുപോലെ ഓണത്തിന് ഇത്ര മഹത്വം വരാൻ കാരണം അന്നൊക്കെ ഞങ്ങളുടെ സമയത്ത് ഒരു സിനിമ കാണുന്നത് ഓണത്തിനാ. ഒരു സിനിമ കാണുന്നതാണ്. അന്നേരം സിനിമ എന്തും ആയിക്കോട്ടെ, പക്ഷെ അതൊരു ആഘോഷമാണ്. ദരിദ്ര പോകുന്നതും അത് കുടുംബസമേതാ പോകുന്നത്, കുടുംബത്തിൽ നിന്ന് മൊത്തം ലൈനൗട്ടാ പോകുന്നത്. അന്ന് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ഓണക്കോടിയൊക്കെ കൊടുത്ത് സിനിമയ്ക്ക് പോകുക, അതൊക്കെ ഒരു വല്ലാത്തൊരാഘോഷം. അതുപോലെ തന്നെ ഈ ഉപ്പരി ആയാലും അങ്ങനെയൊക്കെയുള്ള പായസം ഒക്കെ എന്ന് പറയുമ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ അങ്ങ് പായസം വെച്ചുകൂടാ. അന്നാണെങ്കിൽ ആ ഓണത്തിനേ ഉള്ളു പായസം, ഓണത്തിനുള്ള അടപ്രഥമൻ. അതൊക്കെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, നമ്മുടെ ഓണത്തെക്കുറിച്ച് നമ്മുടെ തലമുറ, ഇപ്പൊ ഉള്ള തലമുറ വളരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ല. എന്താണ് ഞാൻ ഉണ്ടായത്, ഞാൻ നേരത്തെ അതിന്റെ ആൻസർ പറയുകയും ചെയ്ത്, കാലഘട്ടം മാറിയ അനുസരിച്ച് ഇന്ന് നമ്മൾ ചട്ടിയില് ഭക്ഷണം വെക്കത്തില്ല, തറയിലിരിക്കുകയില്ല, പിന്നെ മണ്ണിൽ കളിക്കുകയില്ല. മറ്റു മണ്ണിലാണ് ഇന്ന് പിള്ളേർ, മൊബൈലിലാണ് ഓണം, പിന്നെ മാവേലിയുമായിട്ടുള്ള കളികളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞ പോലെ മാവേലിയും വാമനനും നമ്മുടെ അപ്പൂപ്പന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ അവർക്ക് വേർതിരിവില്ല. മാവേലിയും ഒന്നാണ്, വാമനനും ഒന്നാണ്. സാറിപ്പോ കറക്റ്റായിട്ട് അത് പറഞ്ഞേ. ഇന്ന് മാവേലി വേറെയും വാമനൻ വേറെയും. ഇന്ന് അതൊരു അപരാധമായിട്ട് നമ്മൾ കാണുന്നത്, തെറ്റായിട്ടാണ് കാണുന്നത്. പണ്ടത് ഭഗവാന്റെ വലിയൊരു പുണ്യ പ്രവൃത്തിയായിട്ടാണ് അത് കാണുന്നത്. മഹാബലി അതിനെ പിന്നെ അത് ഭക്തിയോടുകൂടി ഞാൻ ചെയ്ത തെറ്റ് അവിടെ അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് കഥകളുണ്ട്. ആ തെറ്റുകൾ അത് മാവേലി അത് ഏറ്റുവാങ്ങിയാണ്. പറഞ്ഞു മനസ്സിലായോ? പണ്ട് അതൊരു മഹത്തരമായ എന്ന് പറഞ്ഞാൽ മാവേലിയുടെയും കാട്ടി ഭഗവാന് വാമനന് ഒരു വലിയൊരു പവറാണ് അവിടെ ഉള്ളത്. വാമനൻ ഉണ്ടായതുകൊണ്ട് മാവേലി ഇവിടെ ഉണ്ടായത്. മാവേലിക്ക് ഇത്ര മഹത്വം വന്നതും വാമനൻ ഉണ്ടായത്. അത് പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഇന്ന് അത് സാർ പറഞ്ഞ പോലെ രാഷ്ട്രീയവൽക്കരിച്ച് എവിടെ പോകുന്നു, അത് ഇനി എന്തോ ആകും, ഈ ഓണവും പിന്നെ ഈ മാവേലി എന്ന് പറഞ്ഞ സങ്കല്പമൊക്കെ മാറി ഇനി എന്തോ ആകും. വളരെ കാര്യമായിട്ടാണ് സാറ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങളും ഇന്ന് വളരെ ദുഃഖിതരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഈ ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോവുകയാണ്. കാരണം എന്താ, ഓണം ആഘോഷിക്കാനുള്ള മക്കളുമാരില്ലാത്തത് കൊണ്ട്, മക്കളുമാരടുത്തില്ല, പഠിക്കാൻ പോയി, അവർക്ക് ഒരു കാരണവശാലും ലീവ് കിട്ടുന്നില്ല. അവർ വരാത്തത് കൊണ്ട് ഞങ്ങളും ഒരു ഭക്തി ട്രിപ്പായിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരുക്കമൊക്കെ വേണം, അതുകൊണ്ട് പോവുകയാണ്. എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ഓണത്തെക്കുറിച്ച് ചിന്തിക്കാനും ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് കുറേ വർഷങ്ങൾക്ക്, ഒരു 40 വർഷങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് യാത്ര ചെയ്യാൻ പറ്റി. ആ വീടുകൾ കാണാൻ പറ്റി, എൻ്റെ അമ്മാവനെ കാണാൻ പറ്റി, അമ്മയെ കാണാൻ പറ്റി, എന്നെ ഒരുക്കിയത് കാണാൻ പറ്റി. അവിടെ ഇരുന്ന് ആ തിണ്ണയിലൊക്കെ ഇരുന്ന് ചാണകം തെളിച്ച ആ റൂമിലിരുന്ന് വലിയ ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റി. ആ ട്യൂഷനിലയിൽ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റി. എന്തൊക്കെയായാലും വയറ് നിറഞ്ഞ് ഇന്നത്തെ ഓണം കൊണ്ട്. ടീച്ചറെ നന്നായി പാടുന്നു. അപ്പോ ഓണക്കാലത്ത് സിനിമാ പാട്ടിനെ കുറിച്ച് ചിന്തിച്ചാൽ ഉത്രാടപ്പൂവ് രാവേ എന്നുള്ള പാട്ട് പാടാൻ നമുക്ക് പോകാൻ. അതെ, സിനിമാ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഉത്രാടപ്പൂവ് രാവേ അല്ലാതെ തന്നെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ വർക്കാണ്, അതൊരു ആൽബത്തിൽ വന്നതാണ്. സിനിമാ പാട്ട് നേരത്തെ ടീച്ചർ പാട്ട് കൂടി പാടി. അപ്പോ ഇത് ഉത്രാടപ്പൂവ് രാവേ എന്ന് പാടാം. നാലുപേര് പാടാം നമുക്ക്. ഉത്രാടപ്പൂ നിലാവേവാ മുറ്റത്തെ പൂക്കളൊക്കെ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ
വാ വാ ഉത്രാടപ്പൂ നിലാവേ വാ മുറ്റത്തെ പൂക്കളൊക്കെ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂ നിലാവേ വാ. ടീച്ചർക്ക് അറിയാം തിരുവാതിര കളിയുണ്ട് നമ്മുടെ അല്ല, ഉമ്മേഴി കളിയുണ്ട് നമ്മുടെ അല്ല, പിന്നെ അതുപോലെ തന്നെ അശൗഷല്യം പണ്ടുണ്ടോ പശാനം പണ്ടുണ്ടോ നമ്മുടെ അല്ല. അന്ന് വേറൊരു കാര്യമുണ്ട് സാറേ, ഈ ഓണക്കളി കളിക്കുമ്പോഴേ രണ്ട് വിഭാഗമാണ്. സ്ത്രീകൾക്കെല്ലാം കളി, അവർക്ക് കളി ഈ പറമ്പിന്റെ കുഞ്ഞാലിന്റെ കളമൊക്കെ അശൗഷല്യം പണ്ട് തിരുവാതിര കളി മറ്റൊക്കെയാണ്. ആണുങ്ങൾക്കൊക്കെ കിളുത്തട്ട് കളി അങ്ങനെയുള്ള വലിയ കളികളാണ്. കുട്ടികൾക്കെല്ലാം വയലിലാണ് കളി. അപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഈ കൊയ്ത്തിൽ നിന്ന് ബാക്കി നെല്ല് അറുത്തതിന്റെ ബാക്കി അവിടെ നിന്നിട്ട് ഈ എല്ലാം ചവിട്ടി വല്ലാതെ നല്ല കുഷൻ കിടക്കുന്നതല്ല, അവിടെയാണ് കുട്ടികളുടെ ഓണക്കളി. ആ കുട്ടിയും കൊന്നും കളി ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ പൂർവികം കുട്ടിയും കൊന്നു കളികളുടെ കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണം തിരിച്ചാണ് കളികൾ ഈ കുമിയേടിയൊക്കെ സ്ത്രീകൾക്ക് ഉദ്ധരിക്കുക. പിന്നെ ഒളിഞ്ഞിന്റെ കുട്ടികളൊക്കെ ഞങ്ങൾക്ക് അത് കാണാൻ ഭാഗ്യമുണ്ടായാലും കൂടുതൽ അവരുടെ ഒരു കൂട്ടമായിരുന്നു. പക്ഷേ നമ്മുടെ കൊല്ലക്കാരുടെ മൊത്തം നമ്മുടെ കൊല്ലക്കാരുണ്ടാക്കിയ കൊല്ലക്കാരുമായ ഒരു കളിയുണ്ട്. പുലികളി നമ്മുടെ അല്ല, പുലികളി തൃശ്ശൂർക്കാരുടെയാണ്. നമ്മുടെ പോലെ കൊല്ലക്കാരുടെ കളിയുടെ പേരറിയോ? അറിയാം, സാറിനറിയാം. കരടി കളി. കരടി കളിയാ. കായംകുളത്താണത് കരടികളെ ഉണ്ടായത്. ഇപ്പൊ അത് കായംകുളത്ത് ഞാൻ അടുത്ത കാലത്ത് പോയ ഒരു വായനശാലക്കാർ അവരൊരു പുനർ ജനിപ്പിച്ചു. അത് കായംകുളത്തുള്ളപ്പോൾ ഇവിടെ നമ്മുടെ മുളങ്കാടകം ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഒരു 3-4 പേര് വന്ന് അവിടെ ഒരുപാട് പേര് പഠിപ്പിച്ചു ആ കാലം. അപ്പൊ കരടികളി മുളങ്കാടകത്തൊന്നും കായംകുളത്തൊന്നും. അപ്പോൾ ആ കരടികളിയുടെ ഇടയ്ക്കുള്ള വരി നമ്മുടെ ഓച്ചറ കായംകുളത്തിനടുത്താണല്ലോ. അതിനകത്ത് ഓച്ചറ ചെന്നു കിഴക്കോട്ട് നോക്കുമ്പോൾ മാധവി എന്നൊരു വേലക്കാരി മൂക്കും തുളച്ചിട്ട് തൊണ്ണാനും കെട്ടിയിട്ട് കണ്ടോടിയ നാപ്പൂനെ മൂക്കിത്തൊണ്ണ, ഇങ്ങനൊരു വരി ഇതിനകത്തുണ്ട്. കാരണം നാടൻ കാര്യങ്ങളാണ്. ഈ കരടികളി കണ്ടിട്ടുണ്ടോ ടീച്ചർ? കരടികളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ വാഴയുടെ ഉണങ്ങിയ ഇല, വാഴയില അതിൽ ഇങ്ങനെ മുറിച്ചു കൊണ്ടുവന്നിട്ട് തേങ്ങ മൊത്തം ചുറ്റി കാലിലും കയ്യിലൊക്കെ ചുറ്റി കരടിയാവും. എന്നിട്ട് പാലയുടെ തടി എടുത്തിട്ട് കടഞ്ഞിട്ട് പോകുമ്പോഴുണ്ട് അതിന് കഴിവില്ലാത്തവര് പുതിയ കവുങ്ങിന്റെ പാള എടുത്തിട്ട് അതിനകത്ത് കിട്ടും. എന്നിട്ട് ഇവര് വരുമ്പോ അതിന്റെ പാട്ടുണ്ട്. അത് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റ താളയുണ്ട്. സാധാരണ നാടൻ പാട്ടുകൾക്ക് ഒരുപാട് താളങ്ങളുണ്ട്, ഇത് ഒറ്റ താളേ ഉള്ളൂ. അത് താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനായി തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനായി തന്നാന. ഈ പാട്ട് പാടിക്കൊണ്ടവര് വരുമ്പോഴേ ഇവര് കൈകുട്ടിയുണ്ട്, അതിന് ചെറിയ മേളമൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴ് ഇവർ ഒരു തടി കൊണ്ടുണ്ടാക്കി ഒരു തൂക്കും പിടിച്ചൊരു വേട്ടക്കാരൻ ഈ കരടിയായിട്ടാണ് വരുന്നത്. ഇപ്പൊ വിടിവെക്കും പറയാം. അപ്പൊ ഈ കരടിയെ കുറിച്ചൊക്കെ പറയുന്നത് ലക്ഷ്യം അവിടെ ഇരിക്കുന്ന അമ്മാവന്റെ കയ്യിലിരിക്കുന്ന തന്റെ വീട്ടിലിരിക്കുന്ന പൈസയാണ്. കുഞ്ഞാണ് തുടങ്ങുന്നത്. താനിന്നേ താനിന്നേ നോക്കണ പാട്ടാ. താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനാന തന്നാന. പട്ടി കാടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരാണ്. പട്ടി കാടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരാണ്. താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന. ഓണം കളിക്കുവാൻ വന്നതാണ് ഞങ്ങൾ, ഓണം കളിക്കുവാൻ വന്നതാണ്. പട്ടി കഴിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ പട്ടാണിമാരായ പിള്ളേരാണ്. താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന. പാട്ടിൽ കിടന്നൊരു കള്ളക്കരടിയ പാട്ടിലാക്കി കൊണ്ടുവന്നു ഞങ്ങൾ. കാട്ടിൽ കിടന്നൊരു കള്ളക്കരടിയ പാട്ടിലാക്കി കൊണ്ടുവന്നു ഞങ്ങൾ. കരടിക്കാരപ്പണം ഞങ്ങൾക്കാരപ്പണം അങ്ങ് ഒരു പണം തന്നിടേണം. ഞങ്ങൾക്കാരപ്പണം അങ്ങനെ ഒരു പണം തന്നിടേണം. താനിന്നേ താനിന്നേ തന്നാന താനിന്നേ താനിന്നേ തന്നാന
താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന. ഉണ്ട കിട്ടും പിന്നെ അവന് കിട്ടും പിന്നെ വെള്ളിപ്പാടത്തിന്മേലൊന്ന് കിട്ടും. ഉണ്ട കിട്ടും പിന്നെ അവന് കിട്ടും പിന്നെ വെള്ളിപ്പാടത്തിന്മേലൊന്ന് കിട്ടും. താനിന്നെ താനിന്നെ തന്നാന തനെ താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന. ചിറച്ചെന്നു കിഴക്കോട്ടു നോക്കുമ്പോൾ മാധവി എന്നൊരു വേലക്കാരി. ചിറച്ചെന്നു കിഴക്കോട്ടു നോക്കുമ്പോൾ മാധവി എന്നൊരു വേലക്കാരി. നോക്കും തുറച്ചിട്ടു തൊണ്ടാനും കെട്ടിട്ടു പണ്ടോടി നാത്തൂരെ നോക്കിത്തൊണ്ട. താനിനെ നാത്തൂരെ നോക്കിത്തൊണ്ട. താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന താനെന്നെ താനെന്നെ തന്നാന. ഓണം വന്നിങ്ങു തലയിൽ കയറി പിന്നെ ഓണം വന്നിങ്ങു തലയിൽ കയറി പിന്നെ മീനാക്ഷി പെണ്ണു കാലം വീടുന്നു. തെക്കേ പെരയിലിരിക്കുന്ന 8-10 ഉണ്ടായും കൂടി മുണ്ടും. തെക്കേ പെരയിലിരിക്കുന്ന ആ 8-10 ഉണ്ടയും കോടി കൊണ്ടുമാണ് കളി നടന്നുകൊണ്ടേയിരിക്കും. കളി നിർത്തിയില്ലെങ്കിൽ പാട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. അവസാനം ലയഡ് പണമെടുക്കുമ്പോ ലയടയ്ക്ക് പാട്ടിയം പാടിയല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ പൈസ കൊണ്ടുവരും, ഇപ്പൊ കിട്ടും പണം എന്ന് പറയുന്നത്. ഇതിങ്ങനെ പാടി പാടിയിരിക്കുമ്പോ ലയഡ് ഗതി കെട്ട് പോയി പണം എടുക്കുന്നു. പണം എടുത്തുകൊണ്ട് തോക്കെടുത്ത് കരടി പറ്റ കരടി പണം കിട്ടുമ്പോൾ ചാടി എഴുതിട്ട് പോകും. ഇത് നമ്മുടെ ഒരു കളിയാണ്. ഇത് ഏറ്റവും കൂടുതൽ കളിക്കുന്ന പറഞ്ഞാൽ കുട്ടികളാണ്. ഇപ്പൊ ഓർമ്മ വന്നു എനിക്ക് കരടി കളി. പണ്ട് വീട്ടിൽ ഇത്തരം ഓണപ്പാട്ടുകൾ നമ്മുടെ ഇതിലേക്ക് വന്നു ചേർന്നത് ഓണം ഇങ്ങനെ പാട്ട് പാടിയാൽ പണം കിട്ടുമെന്നുള്ളതില്ല. ഇപ്പൊ കല ഉപയോഗിച്ചു പണം സമ്പാദിച്ചു അതിന് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരോടുണ്ട്. ഈ കലാകാരന്മാരെ അനുമോദിക്കുന്ന കൂടാണ് ഓണം കൂടെ. പണ്ട് ഓണത്തിന് ഈ 10 ദിവസം ഓണമാണ്. ഓണത്തിന് ഇങ്ങനെ അതുവരെ 365 ദിവസവും പണിയെടുത്ത് യാതൊരു വിശ്രമവും ഇല്ലാതിരിക്കുന്നവർക്ക് 5 ദിവസം 10 ദിവസം കൊടുത്തിരിക്കും. 5 ദിവസം കൂട്ടാം. അവർക്ക് അവധിയാണ്. പാടത്തിറങ്ങണ്ട, കൃഷി ചെയ്യേണ്ടതൊന്നും ചെയ്യണ്ട. അവരവിടുത്തെ മുന്തിയ കൊലയും, ആ പ്രാചാരൻ അവിടെ കുറച്ച് വിലയാണ്, ഒരു സ്വന്തം ഭൂമിയില്ല, മുന്തിയ കൊലയും നല്ല ചേനയും ഇവിടുത്തെ ആവശ്യമുള്ള വെണ്ടയ്ക്കും വഴുതനയും എല്ലാം കൊണ്ട് കൊടുക്കും. ഇതെല്ലാം അവിടുന്ന് അദ്ദേഹം ഒരു കോടി മുട്ടും. അത് ടെസ്റ്റ് ചെയ്തില്ല ടീച്ചർ. സാധാരണക്കാരന് വാങ്ങിക്കാൻ ടെസ്റ്റ് ചെയ്ത് അടുത്തൊന്നും ഇല്ല. അപ്പൊ കോടിമുണ്ട് തമ്രം വാങ്ങിച്ചു വെച്ചിരിക്കുക. കോടിമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും വേണസോറും കൊടുത്തിരിക്കുന്ന മുണ്ടല്ല, ഓണം. അതൊരു കോടിമുണ്ടും കൊടുക്കും, അവരൊരു തോർത്തും കൊടുക്കും, ഒരു കിഴിപ്പണവും കൊടുക്കും. ആ കിഴിയിൽ എത്ര പണം ഉണ്ടെന്ന് ചോദിക്കരുത്, ഒരു കിഴിപ്പണവും കൊടുക്കും. കൂലിൽ നിന്ന് വാങ്ങിച്ചോട്ട് പോകുമ്പോ ആ വാങ്ങുന്നവന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷം വായിച്ചറിഞ്ഞുള്ളതാണ്, ചരിത്രം വായിച്ചുള്ളതാണ്. അവന്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം അതുവരെ അവനെ ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും അവനെ നിഷേധിക്കുകയും ചെയ്തിരുന്ന കർഷകൻ, ഭൂവുടമ അവനെ ആ ഒരു ദിവസത്തെ അംഗീകരിക്കും. അവനൊരു ദിവസം അയാളെ തുണിയിടം തീണ്ടിട്ട് അവരുടെ അടുത്ത് വരച്ച്. ഓണത്തിന് അങ്ങനെയും കൊണ്ടുണ്ട്. തുണിയിടം തീണ്ടത് ഒരു പരിധി വരെ ഓണനാളുകൾ ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം. അതാണ് ഓണത്തിന്റെ മറ്റൊരു മഹത്വം. ഓണത്തിന്റെ മഹത്വം പറഞ്ഞാൽ മണിക്കൂറുകളും പറയാനുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ മീഡിയയ്ക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ പറഞ്ഞാൽ അവർ കട്ട് ചെയ്യും. എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പട്ടണത്തിൽ വളർന്നതാണെങ്കിൽ അച്ഛന്റെ സ്ഥലം കുട്ടനാട്. അപ്പം ഈ വീട്ടിലെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വീട്ടില് ഒരിക്കലും തിരുവോണം ആഘോഷിക്കാറില്ല വീട്ടില്. കാരണം അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയേ തിരുവോണം ഉണ്ണത്തുള്ളൂ. അത് നിർബന്ധമാണ് അച്ഛന്. ഞങ്ങളെ മക്കളെയും കൂടെ കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ 5 മക്കളാ, ഒരു ടേൺ ഉണ്ട് അച്ഛന്റെ കൂടെ. അപ്പൊ മിക്കവാറും ഞാനാ പോകുന്നത്. അമ്മൂമ്മക്ക് ഈ സ്വർണ്ണ നിറത്തിലെ വെള്ളരിക്ക, അമ്മൂമ്മ അതാ എപ്പോഴും കഴിക്കുന്നത്. അപ്പം അവിടെ ഒരു കടയിൽ നിന്ന് അച്ഛൻ 2 സ്വർണ്ണ നിറത്തിലെ വെള്ളരിക്കയും വാങ്ങിച്ച് ഞാനായി ഇതൊരു നെറ്റ് പോലത്തെ പണ്ടത്തെ ഇതുണ്ടല്ലോ സഞ്ചി, അച്ഛന്റെ കൂടെ ആലപ്പുഴ ബോട്ട് ജെട്ടി കയറി ചേന്നങ്കരിയിൽ ആയിരവല്ലി ജെട്ടി പോയി ഇറങ്ങും. പിന്നെ ഒരു അരമണിക്കൂർ നടക്കണം. ഒരു 10-12 ഒറ്റത്തടി പാലം ഇതെല്ലാം കടന്നു വേണം. പക്ഷെ സത്യം പറഞ്ഞാ ഇന്നും ഞാൻ ആരാണോ ആ ഓർമ്മകളൊക്കെ എന്നെ ഈ ഞാനാക്കുന്നത്.
കാരണം നമ്മളാ പോകുന്ന വഴിക്ക് കറ്റമെതിക്കല്, പുഴുങ്ങല്, പാട്ട്, കൊയ്ത്തിന്റെ പാട്ട്, നല്ല ഉഴുതാ നെല്ല് പിന്നെ വേവിക്കുന്ന മണം, പുഴുങ്ങുന്ന മണം, അതൊന്നും അതാ ഞാൻ നേരത്തെ നന്മ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല. ഇത്തരം നമ്മുടെ മനസ്സിനെ ആ ഒരു ആ ലാളിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സുഗന്ധം, പിന്നെ ഈ കെട്ടുവള്ളങ്ങൾ ഇങ്ങനെ സൈഡിൽ കാണും. കെട്ടുവള്ളങ്ങളില് അത് ഓണക്കാലത്തെ അല്ലാതെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കെട്ടുവള്ളങ്ങളില് മീൻകറി വെക്കും അവര്. വള്ളത്തിലെ മീൻകറി, അയ്യോ അവരും വെക്കുന്ന മണം, ആ കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന ആ മണം ഒന്നും ഇന്നില്ല. പിന്നെ അച്ഛന്റെ വീട്ടിൽ ചെന്നാലും രാവിലെ ഈ പുഞ്ചേരി കൊണ്ടുള്ള അട, കൊഴുക്കട്ട, ഇതൊക്കെയാ. അതിന്റെ മണം മതി, അത് കഴിക്കണ്ട. ആ സുഗന്ധമൊക്കെ ഇപ്പോഴും എന്റെ മൂക്കില്. അതാ എത്ര പറഞ്ഞാലും തീരത്തില്ല. പറഞ്ഞേ, ഇന്നും പാവപ്പെട്ടവര് ഓണാഘോഷം ഒറ്റ പഴഞ്ചൊല്ലിന്റെ പേരില്ല. പൈസ ഇല്ലാത്തവനും ഓണാഘോഷിക്കുന്നു. ആണം വെച്ച് ഓണാഘോഷിക്കണം. അതുകൊണ്ടാണ് ഇന്നും പാവപ്പെട്ടവർ എവിടെന്നെങ്കിലും ഒക്കെ കടം പിടിച്ച് ഇന്നും ഓണാഘോഷിക്കുന്നത്. പഴഞ്ചൊല്ല് വന്നതിന്റെ കഥ അറിയോ? ഈ തമ്പറാൻ കൊടുക്കുന്ന ഈ കിഴിയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓണത്തിന് തികയത്തില്ല. അപ്പൊ അവരുടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താ ആ വിൽക്കുന്ന സങ്കടമാണ്. പക്ഷെ വിറ്റിട്ട് ഓണം ഓടുമ്പോൾ അത് സന്തോഷമാണ്. അപ്പൊ ഈ ഓണത്തിന്റെ സന്തോഷത്തിൽ കാണാൻ പറ്റുന്ന സങ്കടം കാരണം പണയം വയ്ക്കുകയല്ല, അത് വിറ്റിട്ട് ഓണം ഓടുമ്പോ എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മ, ഒരുമ, ആ കൂട്ടായ്മ നൽകുന്ന സന്തോഷമാണ്. അവരൊരു വർഷം ജീവിക്കുന്നത് ഈ ഓണ ദിവസങ്ങളില. അടുത്ത വീണ്ടും ഒരു വർഷത്തേക്ക് ഓണത്തിന് വേണ്ടി വെറുതെയാ. പിന്നെ അപ്പം നമ്മളെ വളരെ വിശാലമായി നമ്മുടെ ഓണത്തെക്കുറിച്ച്, നമ്മുടെ കാലം മാറുമ്പോൾ ഓണം മാറുന്നു, ഓണം മാറുമ്പോൾ നമ്മുടെ മനസ്സ് മാറുന്നു, മനസ്സ് മാറുമ്പോൾ നമ്മുടെ സംസ്കാരം മാറുന്നു, സംസ്കാരം മാറുമ്പോൾ നമ്മുടെ നന്മ മാറുന്നു, നന്മ മാറുമ്പോൾ നമ്മുടെ മനുഷ്യത്വം വല്ലാതായി പോകുന്നു, മോശമായി പോകുന്നു, കുറച്ചുകൂടി നവീകരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. എന്തായാലും ഓണം എന്നുള്ളത് അതിമനോഹരമായ ഒരു സങ്കല്പമാണ്. മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു സങ്കല്പമാണ്. മലയാളി ഉള്ളിടത്തോളം കാലം, മനുഷ്യനിൽ ജീവന്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം അതിന്റെ ഓണത്തിന്റെ മണം, ഓണത്തിന്റെ രുചി, ഓണത്തിന്റെ നന്മ, ഓണത്തിന്റെ മനോഹാരിത, ഓണത്തിന്റെ വർണ്ണപ്രപഞ്ചം ഒക്കെ നാട്ടുവട്ടത്തിന്റെ ഓരോ പ്രേക്ഷകനും ഉണ്ടാകട്ടെ. ഈ 4 പേര് ഞങ്ങൾക്ക് സമ്മാനിച്ച വളരെ മനോഹരമായ ഓണക്കാഴ്ചകളും ഓണപ്പാട്ടുകളും ഇവർ പറഞ്ഞതാണെങ്കിലും നിങ്ങളുടെ മനസ്സിലൊക്കെ ഓണം ഓരോ നിമിഷവും പൂത്തുലഞ്ഞു. അത് ആലപ്പുഴയിലായാലും കുണ്ട്രയിലെ ആയാലും പെരുമ്പുഴയിലെ ആയാലും ചാത്തന്നൂരിലെ ആയാലും ഏത് ഭാഗത്തെ ആയാലും നമ്മുടെ നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഓണം നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞ ഈ നല്ല മനസ്സുകൾക്ക് നിങ്ങൾക്ക് വേണ്ടി നാട്ടുവട്ടത്തിന്റെ നന്ദി, സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും അടുത്ത ഓണത്തിൽ കാണാം. എത്തി. ഇനിയും സ്വർണം എടുത്തില്ലേ? വിഷമിക്കേണ്ട, നമ്മുടെ ചിന്നൂസ് ഓണം സെപ്റ്റംബർ 20 വരെ ഉണ്ടല്ലോ. ചിന്നൂസ് തിരക്കേറുകയാണ്. മലയാളക്കര ഒന്നടങ്കം പറയുന്നു, ഇത്തവണ ഓണം ചിന്നൂസിനൊപ്പം എന്ത്? 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം. ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ. ഇനി എന്തിനു വൈകണം? വേഗം വിട്ടോ ചിന്നൂസിലേക്ക്. തിമിർപ്പിൽ നാട് നിറഞ്ഞ ഓണാഘോഷം. ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും മറന്ന് നാട് ഓണാഘോഷത്തിൽ നിറഞ്ഞു. കുമ്പളം പബ്ലിക് ലൈബ്രറി നടന്ന ഓണാഘോഷത്തിന് വിജയമ്മ ജസ്റ്റിൻ, സുജ ജോൺസൺ, ബീന സ്റ്റാൻലി, ഷൈനി രഞ്ജു വനിൽ, ഹെഡ്ന, നിധി, ലാൽസൻ എന്നിവർ നേതൃത്വം നൽകി. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. കാരിവേലിൽ പബ്ലിക് ലൈബ്രറിയുടെ ഓണാഘോഷങ്ങൾക്ക് പ്രസിഡന്റ് ബിനു കെ തോമസ് പതാക ഉയർത്തി തുടക്കം കൊടുത്തു. തിരുവോണ നാളിൽ ആരംഭിച്ച കലാകായിക മത്സരങ്ങൾ നാളെ സമാപിക്കും.
ഫ്രീഡം ശനിയാഴ്ച ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന 10ാമത്തെ ഹ്രസ്വചിത്രം ഫ്രീഡത്തിന്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ശനിയാഴ്ച നടക്കും. വൈകിട്ട് 4-ന് ആശുപത്രി മുക്ക് വേണൂസിൽ PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ഇളമ്പള്ളൂർ SNSM HSS പ്രിൻസിപ്പൽ B അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ചിത്രകാരന്മാരുടെ ഭാവനയിലൂടെ മാത്രം കാണുന്ന ചില ജീവജാലങ്ങളുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂലോകത്ത് നിന്ന് ഇല്ലാതായ ജീവവർഗങ്ങളാണവ. ഇങ്ങനെ ജീവജാലങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ജീവജാലങ്ങളുടെ വിവിധ ഇനങ്ങളെയെല്ലാം, അതായത് സ്പീഷീസുകളെല്ലാം അതിന്റെ പരിസ്ഥിതിക്കനുസരിച്ച് അനുവർത്തനങ്ങൾ വന്നിട്ടുള്ളവയാണ്. എന്നാൽ പരിസ്ഥിതി ഘടകങ്ങൾ മാറ്റം കൂടാതെ സ്ഥിരമായി നിലനിൽക്കുന്നവയല്ല. കാലാന്തരത്തിൽ അവയ്ക്ക് മാറ്റമുണ്ടാകും. ഈ മാറ്റങ്ങൾ അത്ര പെട്ടെന്നല്ല വരുന്നതെങ്കിൽ സ്പീഷീസുകളിലും അതിനനുസരിച്ച് പരിണാമ വികാസമുണ്ടാകും. അപ്പോൾ പരിസ്ഥിതിക്കനുസരിച്ച് മാറ്റം സംഭവിക്കാത്ത സ്പീഷീസുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഭൂമിയുടെ ചരിത്രത്തിൽ വൻകരകളുടെ സ്ഥാനങ്ങളിൽ വന്ന വ്യതിയാനങ്ങൾ ജീവികളുടെ വംശനാശത്തിന്റെ മുഖ്യമായൊരു കാരണമാണ്. സൗരോപരിതലത്തിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതും വംശനാശത്തിന് കാരണമാണ്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വൻതോതിലുള്ള വംശനാശങ്ങളോ മറ്റോ ഭൗമാന്തര വസ്തുക്കൾ ഭൂമിയിൽ വന്ന് വീണതിന്റെ ഫലമാണെന്നും സിദ്ധാന്തങ്ങളുണ്ട്. ക്രിട്ടേഷ്യസ് കാലത്ത്, അതായത് ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളും മറ്റും അപ്രത്യക്ഷമായതിന്റെ കാരണം ഇതായിരിക്കാമെന്നും വാദഗതികളുണ്ട്. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ESIക്ക് എതിർവശം കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി KPMS കുണ്ടറ യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റുമലയിൽ ആഘോഷിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തുളസീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനോജ്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ രാജീവ് ദേവദാസ്, അഡ്വക്കേറ്റ് ജയചന്ദ്രബാബു, മുൻ യൂണിയൻ സെക്രട്ടറി സതീഷ് അമ്പുകുള, ഭാരവാഹികളായ പുഷ്പാനന്ദൻ, സുരേഷ്, മഞ്ജുനാഥ്, രാജേഷ്, രാംരാജ് എന്നിവർ സംസാരിച്ചു. ചിത്രരചനാ മത്സരം കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിങ് മത്സരം നടത്തുന്നു. നാളെ ഉച്ചയ്ക്ക് 2-ന് ലൈബ്രറി ഹാളിലാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ആദ്യത്തെ 3 സ്ഥാനം നേടുന്നവർക്ക് J. മെറിഡിക് സ്മാരക ക്യാഷ് അവാർഡും മൊമന്റോയും നൽകും. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സന്ദീപ് K. ടൈറ്റസ് നിർവഹിച്ചു. ചിത്രകാരൻ പ്രിൻസ് കല്ലട മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 94 58 26 എന്ന നമ്പറിൽ ബന്ധപ്പെടും. ധാക്ക മസ്ലിൻ എന്നത് ആയിരത്താണ്ടുകളായി ബംഗാളിൽ ഉണ്ടാക്കിയിരുന്ന സവിശേഷമായൊരു തരം തുണിയായിരുന്നു. മേഘ്ന നദിക്കരയിൽ വളർന്നിരുന്ന ഒരു ചെടി പൂർണ്ണ വളർച്ചയെത്തിയാൽ അതിൽ നിന്നും വർഷത്തിൽ 2 തവണ ഉണ്ടാവുന്ന മഞ്ഞ നിറത്തിലുള്ള ഒറ്റപ്പൂവ് പിന്നീട് തൂവെള്ള പരുത്തിയായി മാറുന്നു. വളരെ മൃദുവായ ഈ പഞ്ഞി ഉപയോഗിച്ച് നെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഇതിനെ നൂലാക്കി മാറ്റാൻ 16 വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഇതിൽ ഓരോന്നും സവിശേഷമായതിനാൽ ഓരോ ജോലികളും ഓരോ ഗ്രാമങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്. ബംഗാളിലെ തടാകങ്ങളിൽ കാണപ്പെടുന്ന ബോബൽ ക്യാറ്റ് ഫിഷിന്റെ താടിയലിലെ അത്യധികം മൂർച്ചയേറിയ പല്ലുകൊണ്ട് ആദ്യമായി പരുത്തിയുണ്ടകൾ വൃത്തിയാക്കുന്നു. പിന്നീടാണ് ഇത് നൂൽക്കുന്നത്. ചെറിയ നൂൽ ആയതിനാൽ നൂൽക്കാനായി നല്ല ആർദ്രത വേണ്ടതിനാൽ രാവിലെയും വൈകുന്നേരവുമായിരുന്നു ബോട്ടുകളിൽ വെച്ച് യുവതികൾ ഇത് നൂറ്റിരുന്നത്. കാണാനാവാത്തത്ര നേരിയതായിരുന്നതിനാൽ പ്രായമേറിയവർ ഈ ജോലി ചെയ്യാറുമില്ലായിരുന്നു. ആയിരക്കണക്കിന് നൂലുകൾ ഉപയോഗിച്ചുള്ള നെയ്യലായിരുന്നു തുടർന്ന് ചെയ്യുന്നത്. ഇതാവട്ടെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രവൃത്തിയുമാണ്. ഈ തുണിയുടെ അത്ഭുതകരമായ മൃദുലത കാരണം ഇത് നെയ്യുന്നത് മനുഷ്യരാവാൻ സാധ്യതയില്ലെന്നും മറിച്ച് മത്സ്യകന്യകമാരാണ് ചെയ്തിരുന്നതെന്നും യൂറോപ്പിൽ പ്രചരിച്ചിരുന്നു. ലോകമെങ്ങും ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ തുണിക്ക് ആവശ്യക്കാരുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് അപ്രാപ്യമായ അത്യധികം നേർത്ത ഈ തുണി പുരാതന ഗ്രീസിലെ ദേവിമാരെ അണിയിച്ചിരുന്നു. മുഗൾ രാജാക്കന്മാർ ഇതിന്റെ ആരാധകരായിരുന്നു. പലതരത്തിലുള്ള തുണികൾ ഇവ കൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലും
വായു കൊണ്ട് നെയ്ത ഇനം അതീവ മൃദുലനും വായുവിനത്രയും മാത്രം ഭാരമുള്ളതുമായിരുന്നു. 18 മീറ്റർ നീളമുള്ള തുണി പുകയിലപ്പൊടി കൊണ്ടു നടക്കുന്ന ചെറിയ കൂട്ടിൽ കൊള്ളിക്കാമായിരുന്നു. ധരിച്ചിട്ടുണ്ടെന്ന് തോന്നാത്തത്ര സുതാര്യമായിരുന്ന ഈ തുണി സമ്പന്നരുടെ സ്വകാര്യ സ്വത്തായിരുന്നു. അക്കാലത്തെ ഏറ്റവും വിലയേറിയ തുണിത്തരമായിരുന്നു ധാക്ക മസ്ലിൻ. ഫ്രാൻസിലെ രാജ്ഞി മേരി ആന്റോനെറ്റ്, നെപ്പോളിയന്റെ ഭാര്യ ജോസഫിൻ ബോണപ്പാർട്ട്, ജെയിൻ ഓസ്റ്റിൻ എന്നിവയെല്ലാം ഇതിന്റെ ആരാധകരായിരുന്നു. 7 മടക്കിയ ധാക്ക മസ്ലിൻ തുണി കൊണ്ടുണ്ടാക്കിയിരുന്ന വസ്ത്രം ധരിച്ചു നടന്നപ്പോൾ പോലും നഗ്നയാണെന്ന് തോന്നി ഔറംഗസീബ് തന്റെ മകളെ ശകാരിച്ചിരുന്നു എന്ന് പോലും കഥയുണ്ട്. എല്ലാം അങ്ങനെ കടന്നു പോകവേ ബ്രിട്ടീഷുകാർ ബംഗാളിലെത്തി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അത്ഭുതങ്ങളായി 1851 ബ്രിട്ടനിൽ വെച്ച് നടന്ന പ്രദർശനത്തിൽ സാമ്രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച ലക്ഷത്തിലധികം വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. അന്ന് ധാക്ക മസ്ലിൻ അവിടെ ലഭിച്ച വിലയേറിയ മികച്ച സിൽക്കിനേക്കാൾ 26 മടങ്ങ് അധികമായിരുന്നത്രേ. ഇതിന്റെ കുത്തക ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിരുന്നു. കൂടുതൽ നെയ്യാൻ അവർ ബംഗാളികളെ നിർബന്ധിതരാക്കി. എന്നാൽ ആ ചെറിയ പരുത്തിയെ അത്ര എളുപ്പമൊന്നും വസ്ത്രമാക്കി മാറ്റാൻ ആവില്ലായിരുന്നു. 1 കിലോഗ്രാം പരുത്തിയിൽ നിന്നും കിട്ടുന്നത് 8 ഗ്രാം നൂലായിരുന്നു. മുൻകൂർ പണം മേടിച്ച് പണിയെടുത്തവർക്കാവട്ടെ ഉൽപ്പന്നത്തിലെ മികവെങ്ങാൻ കുറഞ്ഞാൽ വാങ്ങിയ കാശ് മുഴുവൻ തിരിച്ചടക്കേണ്ടിയും വന്നു. ആവശ്യം കൂടി വന്നപ്പോൾ ബ്രിട്ടനിൽ തന്നെ ഈ തുണി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. വൻകിട തുണി വ്യാപാരിയായ സാമുവൽ ഓൾഡ്നോയുടെ കീഴിൽ 1784 1000 തൊഴിലാളികൾ തുണി നെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ ഉണ്ടാക്കിയ തുണിയുടെ നിലവാരമാകട്ടെ ധാക്ക മസ്ലിന്റെ അടുത്ത് പോലും എത്തിയില്ല. യുദ്ധവും ദാരിദ്ര്യവും ഭൂകമ്പവും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ബംഗാളിലെ നെയ്ത്തുകാർ നിൽക്കക്കള്ളിയില്ലാതെ ഈ പണി ഉപേക്ഷിച്ച് വേറെ പണിക്ക് പോയി. ധാരാളം ആൾക്കാർ ഒരുമിച്ച് ചേർന്നാൽ മാത്രം പൂർണ്ണമാവുന്ന ആ വസ്ത്രനിർമ്മാണ രീതി അങ്ങനെ മൺമറഞ്ഞ് ഇല്ലാതെയായി. ഇന്ന് യൂറോപ്യൻ മ്യൂസിയങ്ങളിൽ മാത്രം കാണുന്ന ഒരു സാധനമായി മാറി ധാക്ക മസ്ലിൻ. ബംഗ്ലാദേശിൽ ഇതിന്റെ ഒരു തുണി പോലും ബാക്കിയില്ല. ആ ചെടി ഏതാണെന്ന് കൃത്യമായി അറിയില്ല. വിത്തുകൾ ലഭ്യമല്ല. ലണ്ടനിലെ ക്യൂ ഉദ്യാനത്തിലെ 19-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകത്തിനുള്ളിൽ കണ്ടെത്തിയ ഉണങ്ങിയ ഇലകളിൽ നിന്നും ചെടിയുടെ DNA കണ്ടെത്താനായി. ചെടിയുടെ പഴയ ചിത്രങ്ങളുമായി ഉപഗ്രഹ സഹായത്തോടെ മേഘ്ന നദിക്കര അങ്ങോളം ഇങ്ങോളം അരിച്ചു പെറുക്കി. സാധ്യമായ ചെടികളെല്ലാം താരതമ്യം ചെയ്തു നോക്കി. ഒടുവിൽ ആ ചെടി എന്നു കരുതുന്ന സസ്യലോകത്തെ കണ്ടെത്തുക തന്നെ ചെയ്തു. 1 നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി 2015 അവർ ആ ചെടി നട്ടുവളർത്തി. ആ ചെടിയാണെന്ന് പൂർണ്ണമായി ഉറപ്പില്ലാത്തപ്പോഴും അതിന്റെ പരുത്തി ശേഖരിച്ച് നെയ്യാൻ നോക്കുമ്പോഴാണ് അതിന്റെ സാങ്കേതിക വിദ്യ അതിലും ബുദ്ധിമുട്ടേറിയതാണെന്ന് മനസ്സിലായത്. നൂലുണ്ടാക്കാൻ ആവശ്യമായ 50ഓളം ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും അറിയില്ല. അതിനായി അവർ പുതുതായി പലതും ഉണ്ടാക്കിയെടുത്തു. 2021 ആയപ്പോഴേക്കും അവർ പഴയതിനോട് കിടപിടിക്കാൻ സാധിക്കുന്ന നിലവാരത്തിൽ തുണികൾ നെയ്തെടുത്തു. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അവ വിറ്റുപോവുകയും ചെയ്തു. അതേ സർക്കാർ ഇതിന് നല്ല പ്രോത്സാഹനവും നൽകുന്നുണ്ട്. ഒരിക്കൽ തങ്ങളുടെ പുകൾപെറ്റ ധാക്ക മസ്ലിൻ അതേ നിലവാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കുമെന്ന വിശ്വാസത്തിലാണ് ബംഗ്ലാദേശിലെ നെയ്ത്തുകാർ. വിനയരാജ് VR. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ്. വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള 9 ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകരെല്ലാം ഒന്ന് കാണണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളുടെ 10ാമത്തെ സിനിമ ഫ്രീഡം ഈ ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച 21-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ആശുപത്രിക്കുള്ള വേണൂസ് കോളേജിലാണ് അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും നടക്കുന്നത്. PC വിശ്വനാഥ് MLA ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾ കൃത്യമായും എത്തിച്ചേരണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.